മലയോര സ്ഥിരാകേന്ദ്രമായ വെള്ളരിക്കുണ്ടിൽ ബളാൽ ഗ്രാമപഞ്ചായത്ത് 2 കോടി രൂപ ചെലവിൽ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുന്നു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തറക്കല്ലിട്ടുകൊണ്ട് പദ്ധതി പ്രവൃത്തിക്ക് തുടക്കം കുറിച്ചു. This news sponsored by BioPlus മടിക്കൈ ജൈവവളം. Contact 8547 977188 8547 349188. നാടറിയിച്ചുകൊണ്ടുള്ള വിളംബര ജാഥയോടെയാണ് വെള്ളരിക്കുണ്ടിൽ ബളാൽ ഗ്രാമപഞ്ചായത്ത് 2 കോടി രൂപ ചെലവിൽ യാഥാർത്ഥ്യമാക്കുന്ന ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് സമാരംഭം കുറിച്ചത്. സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും ആവേശത്തിന്റെയുമെല്ലാം നിമിഷങ്ങളെ സാക്ഷിയാക്കി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കെട്ടിട നിർമ്മാണത്തിന്റെ പ്രവൃത്തികൾക്ക് നാന്ദി കുറിച്ചുകൊണ്ടുള്ള തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു. ഈ ഗ്രാമത്തിന്റെ മുഖച്ഛായ തന്നെ മാറി ഒരുപാട് നല്ല കാര്യങ്ങൾ വീണ്ടും ഈ ഗ്രാമപഞ്ചായത്തിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള ഒരു അവസരമായി അത് മാറും എന്ന് തന്നെയാണ്. ഞാൻ ഇതുവരെ പോയിട്ടുള്ള ഒരു പഞ്ചായത്തിന്റെ വികസന പദ്ധതിയിൽ ഏറ്റവും വലിയ ജനപങ്കാളിത്തം ഉണ്ടായ പദ്ധതിയാണ്. വന്യജീവി ആക്രമണം കൊണ്ടും കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടി കൊണ്ടും വളത്തിന്റെ വില കൂടുതൽ കൊണ്ടും എല്ലാം ചെലവ് വർദ്ധിച്ചത് കൊണ്ടുമല്ല, ആ പ്രതിസന്ധികളെ മറികടക്കാൻ ഉള്ള മാറ്റം നമുക്ക് നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം. കാർഷിക പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണം. വന്യജീവി വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാകണം. കർഷകൻ അവന്റെ മണ്ണിൽ അധ്വാനിക്കുന്നതിന് അവന് ആനുപാതികമായ പ്രതിഫലം ലഭിക്കണം. അവന്റെ അധ്വാനം അവൻ ആരുടെയും മുന്നിൽ തലകുനിക്കാതെ അവന്റെ അഭിമാനത്തോടെ ജീവിക്കാൻ, അവന്റെ കുടുംബത്തെ പോറ്റാൻ കഴിയുന്ന, മക്കളെ പഠിപ്പിക്കാൻ കഴിയുന്ന ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം. അതിനുള്ള കർഷകന്റെ സങ്കടങ്ങൾ മനസ്സിലാക്കാനും അത് നിയമസഭയ്ക്കും പുറത്തും അവതരിപ്പിക്കാനും അതിന് പരിഹാരമുണ്ടാക്കാനുമുള്ള തീക്ഷ്ണമായ പരിശ്രമങ്ങളിൽ നിങ്ങളോട് എല്ലാവരോടും ഒപ്പമുണ്ടാകും. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് രാജു കട്ടക്കയും അധ്യക്ഷനായി. രാജ്മോഹൻ ഉണ്ണിത്താൻ എം.പി. മുഖ്യാതിഥിയായി പങ്കെടുത്തു. പഞ്ചായത്ത് വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ആർ ഷൈനി, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം ജോമോൻ ജോസ്, പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷോബി ജോസഫ്, സി രേഖ, റവറന്റ് ഫാദർ ജോൺസൺ അന്ത്യാംകുളം, പഞ്ചായത്ത് സെക്രട്ടറി എം മധു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ അബ്ദുൽ ഖാദർ, വാർഡ് മെമ്പർ കെ.ആർ. വിനു, ബാബു കോഹിനൂർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് തോമസ് ചെറിയാൻ, ഹരീഷ് പി നായർ, പി ജി ദേവ്, മീനാക്ഷി ബാലകൃഷ്ണൻ, മറ്റ് രാഷ്ട്രീയ കക്ഷി നേതാക്കളായ എം പി ജോസഫ്, സാജൻ പുഞ്ച, പ്രിൻസ് പ്ലാക്കൻ, ജെറ്റോ ജോസഫ്, പുഴക്കര കുഞ്ഞിക്കണ്ണൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം രാധാമണി സ്വാഗതം പറഞ്ഞു. ചെറുപുഴ ഒടയഞ്ചാൽ റോഡിൽ വെള്ളരിക്കുണ്ട് സബ് ട്രഷറി ജംഗ്ഷനടുത്തായാണ് ബളാൽ ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് പദ്ധതി നടപ്പിലാക്കുന്നത്. 24 ഷട്ടർ മുറികളുള്ള ഇരുനില ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് നിർമ്മിക്കുക. ബസ് പാർക്കിങ്ങിനും യാത്രക്കാർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുമുള്ള സൗകര്യങ്ങളെല്ലാം ഇതിലുണ്ടാകും. മലയോര താലൂക്കിന്റെ ആസ്ഥാനം കൂടിയായ വെള്ളരിക്കുണ്ട് ടൗണിൽ ആധുനിക സൗകര്യങ്ങളോടെയുള്ള ബസ് സ്റ്റാൻഡ് കെട്ടിടം യാഥാർത്ഥ്യമാകുന്നതോടെ ഒരു ജനതയുടെ ചിരകാല സ്വപ്നമാണ് പൂവണിയുകയെന്നും 1 വർഷം കൊണ്ട് തന്നെ ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികളെല്ലാം പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നതെന്നും ഭരണസമിതി അംഗങ്ങൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, വെള്ളരിക്കുണ്ട്.